എന്നൊരു പരിശുദ്ധമായ കാലമാണ് മണ്ഡല മകരവിളക്ക് കാലഘട്ടം. അപ്പൊ ആ കാലത്തിന്റെ സായുജ്യം അനുഭവിക്കുന്ന ദിവസമാണ് ഇന്ന്. അറിയില്ല, തത്സമയമായി ഒരു പക്ഷെ മകരവിളക്കിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ എല്ലാവരും. പത്രത്തിൽ ഏറ്റവും ഭക്തിസാന്ദ്രമായ എല്ലാ അയ്യപ്പ ഭക്തരും ഉറ്റുനോക്കുന്ന ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസത്തിന് ക്ഷേത്രാങ്കണത്തിൽ തരംഗിന്റെ ആദ്യത്തെ വേദി സംഭവിക്കുന്നു. അത് പ്രകൃതി സംഭവിപ്പിച്ചതാണ്. പ്രകൃതിയുടെ ഇതിൽ ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണല്ലോ. ദക്ഷിണായനം കഴിഞ്ഞ് ഉത്തരായനത്തിലേക്ക് സൂര്യന്റെ യാത്ര തുടങ്ങുന്ന ദിവസം, രാവും പകലും തുല്യമായ ദിവസം. ഇനി അങ്ങോട്ട് ദിവസത്തിന് ദൈർഘ്യം കൂടും. അത്തരത്തിൽ ഏറ്റവും മനോഹരമായ ദിവസം, അതിന്റെ ഈ ഭജനയുടെ സ്വര സംക്രമ സന്ധ്യയുടെ ചില ഒരുക്കങ്ങൾ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. ആദ്യം ഒരു ഇലയിൽ വിളമ്പി ഗണപതിക്ക് എങ്ങനെയാണല്ലോ ശുഭമായ തുടക്കം, അവിഘ്നമായ തുടർച്ച. ഗണപതിയുടെ ഭക്തിഗാനങ്ങൾ നിരവധി നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഭക്തിഗാനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഗണപതിയുടെ വിഘ്നേശ്വരന്റെ ഒരു കീർത്തനം ഏത് എന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം ഏതെന്ന് വെച്ചാൽ ഏതായിരിക്കും നിങ്ങൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു കീർത്തനം? ഉറക്കം പറയൂ, കേൾക്കണം. ഗണപതിയുടെ ഭക്തിഗാനമല്ല, മറിച്ചൊരു ക്ലാസിക്കൽ കീർത്തനം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്ന ഒരു കീർത്തനം ഏതായിരിക്കും? പമ്പ ഗണപതി ഭക്തിഗാനമാണ്. വളരെ സുപരിചിതമായ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കീർത്തനമാണെങ്കിൽ കൂടി അത്രമേൽ നിങ്ങൾക്ക് സുപരിചിതമായ ഒരു കർണാട്ടിക് കീർത്തനത്തിൽ ആരംഭിക്കാം. നാദസരസിലെ ഹംസധ്വനികളിൽ വാതാപിയായ വിനായകനെ നമിച്ചുകൊണ്ട് വാതാപി ഗണപതി ഭജേ. അറിയില്ലേ? എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ കൂടെ ഏറ്റുപാടുമല്ലോ. തുടങ്ങാം. നല്ലൊരു ഊർജ്ജത്തിലുള്ളൊരു കയ്യടി തന്നാൽ ഏറ്റുപാടുക. वक्रतुंड महाकाय, वक्रतुंड महाकाय, सूर्यकोटि समप्रभा, निर्विघ्नं कुरु मे देव, निर्विघ्नं कुरु मे देव, सर्वकार्येषु सर्वदा, सर्वकार्येषु सर्वकार्येषु सर्वदा। वातापि गणपतिं भजे, 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 वारणा शिववारणा शिववरप्रदं श्रीवारणा शिववरप्रदं